ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ട്രെയിൻ 3Dയിൽ ആണ് ഗൈസ് ഇപ്പോൾ ഉള്ളത്. കുറേ നാളായി കളിച്ചിട്ട്. ഇപ്പോൾ ഈ ഗെയിമിൽ ഇഷ്ടംപോലെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ചീറ്റ് കോഡ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഗൈസ്. ഞാനും കുറേ നാൾക്ക് ശേഷം ഇന്ന് കയറി നോക്കുന്നു. ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് കണ്ട അതിൻ്റെ താഴെ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? ആ മൊബൈലിൻ്റെ ബട്ടൻ്റെ താഴെ ആ സ്പീഡോമീറ്റർ കണ്ടോ? ഈ കാറിന് എത്ര പേര് പോകുന്നു? എല്ലാ കാറിനും 270 മാത്രമേ പോകത്തുള്ളൂ കേട്ടോ. നമ്മുടെ സൂപ്പർ കാർസിന് എല്ലാത്തിനും 270 പോകത്തുള്ളൂ. എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ കാറിൽ ഇരുന്ന് സ്ലോ മോഷൻ ബട്ടൺ നിൽക്കുമ്പോൾ വണ്ടി ചാടും. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ ആടാ പിന്നെ അല്ല സായി പോപ്പി ബ്രോ. എല്ലാത്തിനും കാര്യം തീരുമാനമായി. അടുത്താണ് 801. 801 അല്ലേ? അത് തന്നെ 8001 അടിക്കുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ഹെലികോപ്റ്റർ കിട്ടും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. നമ്മുടെ മറ്റേ ഹെലികോപ്റ്ററിനെക്കാട്ടി അല്ലത് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നല്ല സ്പീഡുണ്ടോ? വിഷയം അല്ലല്ല, മറ്റേ സെയിം സ്പീഡാണ്. പക്ഷെ ടേണിംഗ് റേഡിയസ് പുതിയ അപ്ഡേറ്റ് വന്നതാണ്. നമുക്ക് ബിയേർഡായിട്ട് തോന്നും, എന്തോ വ്യത്യാസങ്ങളൊക്കെ തോന്നും. പക്ഷെ അടുത്ത കാണിച്ചു തരാം. ഇതെങ്ങനെ ഇറക്കുന്നു? നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഇത് ചെയ്തിട്ട് ഇറങ്ങി ഓടണം, അല്ലെങ്കിൽ പണി കിട്ടും. ഒരു എയർ റോബോട്ട് വന്നിട്ടുണ്ട്. എയർ റോബോട്ട് അല്ലേ പിന്നെ? എടാ മറ്റേ സംഭവം, ഇതിന്റെ സംഭവം ഇപ്പം എന്താ വന്നറിയോ? കാണിച്ചു തരാം. അത് കണ്ട ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആകാശത്ത് കാണിച്ചു തരാം. ഇപ്പൊ ഒരു ഹെയ് കാരിയർ എന്നാ കാണിച്ചേ, എയർ റോബോട്ട് എന്ന് വിചാരിച്ചു. അതെനിക്ക് വന്ന് നമ്മളെ ഫോളോ ചെയ്യുമോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്തോ വന്ന് സ്പോണാവും. അതെനിക്കറിയാം. നമ്മളെ ഫോളോ ചെയ്യുന്ന തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല എന്താണെന്നറിയാം. അതിൻ്റെ മണ്ടയ്ക്ക് പോകുന്ന സാധനം കണ്ടാ? ജെറ്റ് അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റിയായിരുന്നെങ്കിൽ നമ്മൾ VIP ആയേനെ. അവിടെ കയറാൻ പറ്റൂടാ ജെറ്റിൻ്റെ മണ്ടയ്ക്ക്? ജെറ്റൊക്കെ ഓടിക്കാൻ പറ്റുമോ? നമുക്കിവിടെ ആയിട്ട് ലാൻഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഇത് എന്തുവാടാ? ഇറങ്ങി അങ്ങോട്ട്. പിന്നെ നമുക്ക് നമ്മുടെ മെഷീൻ ഗൺ ഇവിടെ ഉണ്ട്. ഫുള്ളോ എന്നെ കൊല്ലൂടാ നീയൊക്കെ. എടാ എന്തോ സംഭവിച്ച? എടാ ചത്തില്ല. മാറിക്കോ. ഒരു കാര്യം ചെയ്യും, സ്ലോ മോഷൻ ഇടാം. അവന്മാരെ ഡിസ്ട്രോയ് ചെയ്യണം നമുക്ക്. എടാ അടുത്ത ബുള്ളറ്റ് വേടാ. എടാ സായി പോപ്പി, അടാ അതെനിക്ക് കൊണ്ടാ. ചത്ത് നിനക്കിപ്പോൾ സംഭവം മനസ്സിലായില്ലേ? അതിൻ്റെ പരിപാടി മനസ്സിലായില്ലേ? നമ്മൾ ചത്തരുണ്ട്. ഇനി അടുത്ത ശീക്കോട്. അപ്പോൾ എനിക്ക് ഇതാണെന്ന് തോന്നുന്നു, മറ്റേ എയർ റോബോട്ട്, നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ജന്തു. ഇതിൻ്റെ വണ്ടയ്ക്കൊന്നും എനിക്കൊന്നും വയ്യ. വട്ടും നമ്മൾ ചത്ത. നമ്മൾ വീണ്ടും ചത്തിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുമുണ്ട്. അടുത്ത നമ്മുടെ ഒരു കിടിലൊരു വണ്ടിയാണ്. ഓക്കെ, സ്ട്രീറ്റ് കോഡ് എന്ന് വെച്ചാൽ 1391 അടിക്കുവാണെങ്കിൽ നമുക്കാണെങ്കിൽ മെർസിഡീസ് AMG കിട്ടും. കിട്ടിലെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല. ഇതിന് 270 കിലോമീറ്റർ ആണ്.
ഈ സ്പീഡോമീറ്റർ വരണ്ടായിരുന്നു ഇങ്ങനെയാണെങ്കിൽ 270 മാത്രമേ കാണിക്കുന്നുള്ളൂ. എല്ലാ വണ്ടിക്കും ടോപ്പ് സ്പീഡ് 270ആണ്. എന്തിരുത് എങ്ങനെ എടുത്ത് ഇത് അത് കിട്ടില്ലാത്ത കിട്ടില്ല. ഇങ്ങനെ തെറിച്ച് വന്നത് നിങ്ങൾ കണ്ടായിരുന്നു. അടുത്താണ് ഇൻവിൻസിബിൾ കാർ. അതിൻ്റെ ചീറ്റ് കോഡ് ചെറിയൊരു ഡൗട്ടുണ്ട്, നോക്കട്ടെ. കറക്റ്റ് സൈഡ് വന്നു. ഇതാണ് ഇൻവിൻസിബിൾ കാർ. ഇത് എന്ത് തരം കാറാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. ഇത് എന്തോ ആണ് വിയേർഡായിട്ട്, ഭയങ്കര വിയേർഡായി. അവിടെ എന്തുവാണ് ഇത്, പുൽച്ചാടിയാ? ഇത് ഡിഫൻഡർ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഇത്ര ചാടുന്നിങ്ങനെ പറഞ്ഞ് ചാടുന്നിങ്ങനെ സ്പീഡ് കുറവാ. പക്ഷെ സ്പീഡുണ്ട്. സ്പീഡ് ഓക്കെ 280 km/h. നമ്മുടെ മറ്റേ വണ്ടിയിലൊക്കെ ഹെഡ് ഷോട്ട്. ആ സൗണ്ട് എന്താ വയ്യേ കരയനാ. പക്ഷെ എൻ്റെ ഓണർ ആരെയും കരുതില്ല. ഉണ്ടാക്കിയ ആൾക്ക് വയ്യ. അടുത്ത ചീറ്റ് കോഡാണ് 881. അല്ല അത് ഞാൻ മറന്നുപോയി. തെറ്റിപ്പോയി. 3111 നേരത്തെ എനിക്ക് മാറിപ്പോയതായിരുന്നു. ഞാൻ 811 ഷീറ്റ് കോഡ് ഇല്ലേടാ, അതാരും തോന്നാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഏതൊരു ഷീറ്റ് കോഡ് ഉണ്ട്. ഞാൻ കുറേ മറന്നുപോയി. നമ്മൾ ഫ്രീ ഫയർ അല്ലേ ഇപ്പോൾ കളിക്കുന്നത്, ഇത് കളിക്കാറില്ലല്ലോ. പണ്ട് എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഇതിൻ്റെ എല്ലാ ഷീറ്റ് കോഡ്സും ഓർമ്മയുണ്ട്. ഇതിന് വലിയ സ്പീഡ് കാണത്തില്ല. മിലിറ്ററി കാറല്ലേ, വലിയ സ്പീഡൊന്നും കാണത്തില്ല. അല്ല ഉണ്ട്. ഏറ്റവും കുറവ് സ്പീഡ് ഏത് കാറിനാണ്? എന്തെല്ലാം പോകുന്നത്. ഇതിന്റെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇതിന് മുമ്പ് ഇവിടെ ഇത്ര മരമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലടാ, ഇത് പുതിയതായിട്ട് വന്നെയാടാ. ഇവിടെ ഇത്രയും സ്ഥലം, ഇവിടെ എന്തോ ബിൽഡിംഗ് ഉണ്ടായിരുന്നടാ, അത് റിമൂവ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ പെട്ടെന്ന് ഏത് ബിൽഡിംഗ് ആണെന്ന് കിട്ടുന്നില്ല. പെട്ടെന്ന് ടോപ്പ് സ്പീഡ് കയറി, പെട്ടെന്ന് കയറി. വണ്ടി വരുന്നു. വണ്ടിയൊക്കെ ഉള്ള റോഡാ ഇത്. മിലിറ്ററിക്കാരുടെ വണ്ടിയുടെ പവർ 280 പിന്നല്ല. ഇവിടെ ലോജിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ കാർസിന് 270, അല്ലാത്ത വല്ല നമുക്ക് ഒരു പഴഞ്ചൻ കടത്ത് തോന്നുന്നൊക്കെ ടൈപ്പ് ഓഫ് കാർസിന് നല്ല സ്പീഡ്. നല്ല ഗെയിമായി വന്നേക്കുക. അടുത്തയാണ് 1207. ഇത് നമുക്ക് എന്ത് കിട്ടും? ഇന്നോവ കിട്ടും. ഇന്നോവ സെറ്റല്ലേ? എനിക്ക് ഇന്നോവയ്ക്ക് 280 km ആയിരിക്കും മിക്കവാറും. എൻ്റെ ഊര് ശരിയാണ്. നമുക്ക് നോക്കാം. സത്യമായിട്ട് ഞാൻ ഇതിന് മുമ്പേ ഈ വണ്ടി ഓടിച്ചിട്ടില്ല. സത്യമായിട്ട് എന്നെ കണ്ടിട്ട് പോലും ഇല്ല. എൻ്റെ സ്പീഡ് എനിക്ക് മിക്കവാറും 280 ആണെന്ന് തോന്നുന്നു. എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ഇന്ത്യൻ കാർസിനൊക്കെ സ്പീഡ് കൂട്ടി, സൂപ്പർ കാർസ് അല്ലെങ്കിൽ ഫോറിൻ കാർസിനൊക്കെ സ്പീഡ് കുറച്ച്. അത് വല്ലാത്തൊരു പരിപാടി ആയിപ്പോയി കേട്ടാ. വെറേനാന്ന് ഇവരുടെ റോസ് ബൈഡ പരിപാടി കുറിച്ച്. അപ്പൊ സൂപ്പർ കാർസിനൊക്കെ സ്പീഡ് കുറച്ച്. അടുത്ത ഏതാ? അടുത്ത നമ്മുടെ അടുത്തയാണ്. എനിക്ക് കറക്റ്റാണോന്ന് അറിയത്തില്ല, നോക്കട്ടെ. 3835 ആണോ 3538 ആണോ? 3835 അത് തന്നെ. ഇത് കൊള്ളു. ഇത് നല്ലൊരു വണ്ടിയാണ്. വീഡിയോ എത്തിയിരുന്ന മുമ്പ് നമ്മുടെ RGS ആപ്പും കൂടെ എടുത്ത് കാണിച്ചു തരും. എന്ത് പറഞ്ഞു? RBD ആപ്പ്, RGS ആപ്പ്, അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ പേര് വരെ പറഞ്ഞു. ഇതിന്റെ സ്പീഡ് നോക്കട്ടെ. ഇതിന് വലിയ സ്പീഡില്ല. 250 ആണെന്ന് തോന്നുന്നു. 250
അടുത്ത ചീറ്റ് കോഡാണ് 5643. പക്ഷെ നാക്കി നിൽക്കത്തില്ല. ഞാനൊരു പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഭവം, അല്ലാതെ പെട്ടെന്ന് മൈൻഡ് വരത്തില്ല. 4653 എടാ, ഇത് എന്ത് കാട്ടിലോട്ടാണ് ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടിക്ക് സ്പീഡ് ഇത് കൊള്ളാം, 60 ഉള്ളൂ. നൈസ്, ഇത് നല്ല പരിപാടിയാണിത്. ഇതല്ല നൈസ്. അടുത്തയാണ് 8370. ഓട്ടോറിക്ഷയാണെന്ന് തോന്നുന്നു. അത് തന്നെ. എടാ, ഇതിനെത്രയാണ്? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കരേന ഒരു 500 കിലോമീറ്റർ എല്ലാം കൊണ്ടുപോയിരിക്കും. ഇതിന് 120 ഉള്ളു. അത് കുറവായി. മീൻസ് പ്രോപ്പറായി. എന്തുവാണിത്? ബ്രോ, ഇത് ഓട്ടോറിക്ഷയാണെന്ന് പറഞ്ഞ തെള്ളിക്കളയല്ലേ? കിട്ടില്ല വണ്ടിയാണ്. ടേണിംഗ് റേഡിയസ് കാണിച്ചോ? പോയി. ഞാൻ ഒന്നും നിൽക്കുന്നില്ല. നോക്കി നോക്ക്, ഞാൻ ഒന്നും നിൽക്കുന്നില്ല. ചുമ്മാ വണ്ടി ഒന്ന് ഇപ്പഴാണ് നിൽക്കുക. ഇപ്പം റെഡി. ഒന്ന് വളച്ചാണ് ചെറവേ. പക്ഷെ ഇത് ഇപ്പം റെഡി ആയില്ല. നേരത്തെ വളച്ചാൽ കാണാറുണ്ട്. ഫുൾ സ്പീഡിലാണെന്ന് തോന്നുന്നത്. നോക്കോ. കണ്ട ഏതാ ടേണിംഗ് റേഡിയസ്? അത് ബ്രേക്ക് കുടിക്കണം ഗൈസ്, എന്നാലേ വരത്തുള്ളൂ. ഇപ്പം വളക്കണ്ട, ബ്രേക്ക് കുടിച്ചാൽ മാത്രം മതി. ഇല്ല, വളച്ചോണ്ട് ബ്രേക്ക് കുടിക്കണം ഗൈസ്. അപ്പം നമ്മൾ കംപ്ലീറ്റഡ് ഉണ്ട്. എന്നാലും നമ്മുടെ BMW ചീറ്റ് കോഡ് എന്തുവാ? എനിക്ക് അറിയായിരുന്നു ഗൈസ്, എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത IBD 3D എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പഴയ മോഡ്സൊക്കെ ഉണ്ട്. ആനിമൽസ്, ഓക്കെ. ചീറ്റ് കോഡ്സ് എനിക്ക് ചീറ്റ് നോക്കുന്നതെന്നറിയൂ? നമ്മുടെ താർ റോഡ്സിൻ്റെ ചീറ്റ് കോഡ് എന്തുവാ? ഞാൻ മറന്നുപോയി. താർ റോഡ്സിൻ്റെ BMW അത് ഇതിൻ്റെ അകത്തും ഇല്ലയെന്ന് പറയരുത്. ഇല്ലയെന്ന് പറഞ്ഞു. ഇത് ലത് എന്തൊക്കെയാ എനിക്ക് നമുക്ക് അത് കുഴപ്പമില്ല. നമുക്ക് പോയി ഒരു എയറോപ്ലെയിനിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ സങ്കടം ഒന്ന് തീർക്കാം ഗൈസ്. എയറോപ്ലെയിൻ്റെ ചീറ്റ് കോഡ് എന്തുവായിരുന്നു? സൂപ്പർ, മറന്നുപോയി. ഓർമ്മ വന്നു. എയറോപ്ലെയിന് എന്തിനാണ് മേടിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോയാൽ പോലെ ഒരു വണ്ടി എടുക്കും. നമ്മുടെ പോർഷെ മെക്ലറൻ. വാ, ലെറ്റ്സ് ഗോ. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ ഡ്രൈവറിൻ്റെ ചീറ്റ് കോഡ് നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മോഡിഫൈഡായി, പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മോഡിഫൈഡായിട്ട് ചീറ്റ് കോഡ് സെയിം ആണ്. 2020 ആണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരുന്നില്ല ചീറ്റ് കോഡ്. സേഫ് ലാൻഡിങ്. ഒരു ഹാട്രിക് അടിക്കാൻ പോണേ. 3, 2, 1. ഫ്ലോപ്പേ. ഒന്നും പോലെയാടാ എനിക്ക്. അപ്പോൾ വലിയ എയറോപ്ലെയിൻ തന്നെ ഉണ്ട് കേട്ടോ. വലിയ എയറോപ്ലെയിനിൽ കയറിയിടാൻ പോവുക. നമ്മുടെ മെക്ലറൻ്റെ അവസ്ഥ ദുരൂഹതയായിരിക്കും. പോടാ, എന്തുകൊണ്ടിത്? എന്നാൽ ടെക്നോളജി ഉപയോഗിക്കാം. ടെക്നോളജി ഇനി ഇവിടെ ഇരിക്കാം. ഇതെടുക്കുക. മ്യൂസിക് ബാക്ക് ക്യാമറ ഉണ്ടായിരുന്നു. കിഡില് വേണം. നമ്മൾ വണ്ടിയും പൊട്ടിച്ചിട്ട് വരുമ്പോൾ കിഡില് വേണം. പണ്ടത്തെ സിനിമയുടെ വൈബ്. എടാ, എയറോപ്ലെയിനിൽ കയറത്തില്ലേ?
കുറേ നാളായി വലിയ എയർപ്ലെയിനൊക്കെ ഓടിച്ചിട്ട്. ചോദിക്കണ്ടേ എനിക്കൊരു പ്ലാനുണ്ട്. 1 2 3 4 3 4 5 കിട്ടിച്ചൊരു പ്ലാൻ ഇട്ടുണ്ട്. വാ ആദ്യം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും അനങ്ങത്തില്ല. ഭയങ്കര സ്ലോ ആയത്, എക്സ്ട്രീം സ്ലോ ആയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ലംബോർഗിനിയുടെ സ്പീഡേ ഇതിനുള്ളൂ. ഇതിന് സ്പീഡോമീറ്റർ ഒന്നും ഇല്ലേ? എയറോപ്ലെയിനിന് സ്പീഡോമീറ്റർ വയ്ക്കാത്ത എന്തായിരുന്നു ഗരീന? എനിക്ക് ഗരീന എന്നാണ് വരുന്നത്. നമ്മുടെ ഹാക്കർ ഹാക്കർ ബൈ എന്നത് എങ്ങനെയാണ് കയറിപ്പോയത്? ഇത് ഈസി നമ്മുടെ ഓട്ടോറിക്ഷനെ കാട്ടി സ്ലോ ആണ് ഇത്. താഴോട്ട് പോന്നു. ഇപ്പം തിരിച്ചിട്ട് ഇത് വളയ്ക്കുന്ന ഭയങ്കര കഷ്ടമാണ്. ഇത് എത്രയാണ്?